നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. പത്താമത്തെ ശ്ലോകം സ്രഗ്ധര വൃത്തത്തിലാണ്. കൽപദ്രും സത്യഭാമാ ഭവനഭുവി സൃജൻ ദ്വഷ്ട സാഹസ്രയോഷാഃ സ്വീകൃത്യ പ്രത്യഗാരം വിഹിത ബഹുവപുഃ ലാളയൻ കേളിഭേദൈഃ ആശ്ചര്യാത് നാരദ ആലോകിത വിവിധഗതിഃ തത്ര. ആശ്ചര്യാത് നാരദാലോകിത വിവിധഗതിസ്തത്ര തത്ര അപി തത്രാപി ഗേഹേ ഭൂയഃ സർവാസു കുറുവൻ ദശ ദശ തനയാൻ പാഹി വാതാലയേഷ. സത്യഭാമാ ഭവന ഭുവി, സത്യഭാമയുടെ ഗൃഹത്തിൻ്റെ ഭുവി, ആ നിലത്ത്, അവിടെ ആ മണ്ണിൽ, അവിടെ മണിമുറ്റത്ത് തന്നെ കൽപദ്രും പാരിജാതത്തെ സൃജൻ അവിടെ നട്ടിട്ട് ദ്വഷ്ടസാഹസ്രം, ദ്വഷ്ടം എന്നാൽ ദ്വഷ്ടസാഹസ്രം, അഷ്ടസാഹസ്രം 8000, ദ്വഷ്ടസാഹസ്രം എന്നാൽ 8000ന്റെ 2 മടങ്ങ്, അപ്പോൾ 16000. ഇങ്ങനെ 16008 ദ്വഷ്ടസാഹസ്ര യോഷാഹ സ്വീകൃത്യ, പിന്നീട് ആദ്യം കഴിച്ച 8ഉം ഇപ്പോൾ കൊണ്ടുവന്ന 16000 സുന്ദരിമാരും, ഇവരെയൊക്കെ തന്നെ സ്വീകൃത്യ ഭഗവാൻ കല്യാണം കഴിച്ചിട്ട്, ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്നത് 16000 സുന്ദരിമാരെ കുറിച്ചാണ് പറയുന്നത്. വിഹിത ബഹു വപുഹു, നാനാ ശരീരങ്ങൾ കൈക്കൊണ്ടിട്ട്, പ്രതി അകാരം ഓരോ പത്നീഗൃഹത്തിലും, കേളിഭേദൈഹി ഓരോരോ വിഹാര വിശേഷത്താൽ, ലാളയൻ എല്ലാവരെയും സന്തോഷിപ്പിച്ച് ഓമനിച്ച്, തത്ര തത്ര അപി അവിടെ അവിടെയുള്ള ഓരോ ഗേഹേ ഗൃഹത്തിലും, ആശ്ചര്യാത് ഈ ഭഗവാൻ എങ്ങനെയാണ് ഈ 16008 ഭാര്യമാരെയും എങ്ങനെയാണ് ഇവരെയൊക്കെ ഭഗവാൻ നോക്കുന്നത്, സംരക്ഷിക്കുന്നത് എന്നറിയാനുള്ള ഒരു കൗതുകത്താൽ നാരദൻ അവിടെ വന്നു നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അതാണ് നാരദ ആലോകിത. നാരദൻ ഇതൊക്കെ കണ്ടിട്ട് വിവിധ ഗതിഹി, അങ്ങയുടെ ആ യോഗമായ പ്രഭാവത്തെ കണ്ടിട്ട്, ആ വിവിധ തരത്തിലുള്ള അങ്ങയുടെ ആ വിഹാര വിശേഷം കണ്ട് ആശ്ചര്യപ്പെട്ടു. ഭൂയഃ പിന്നീട് കാലക്രമേണ സർവാസു എല്ലാ പത്നിമാരിലുമായിട്ട്, ദശ ദശ തനയാൻ 10 വീതം പുത്രന്മാരെയും കുറുവൻ അങ്ങനെ സൃഷ്ടിച്ചിട്ട്, ഹേ അങ്ങനെ സന്തോഷമായി കഴിയുന്ന ഹേ വാതാലയേശ, അല്ലയോ ഗുരുവായൂരപ്പ, പാഹി രക്ഷിക്കേണമേ. അപ്പൊ സത്യഭാമ പറഞ്ഞ് കൊണ്ടുവന്ന പാരിജാതത്തെ സത്യഭാമയുടെ കൊട്ടാരത്തിൽ തന്നെ അവിടെ നട്ടു. പിന്നീട് ആ നരകാസുരന്റെ കാരാഗൃഹത്തിൽ നിന്നും സ്വതന്ത്രരാക്കിയ 16000 സ്ത്രീകളെയും വിവാഹം ചെയ്തു.
വിധിപ്രകാരം വിവാഹം ചെയ്തു. അങ്ങനെ ആകെ 16,008 ഭാര്യമാരായി. അപ്പൊ ഇവരെയൊക്കെ തന്നെ ഭഗവാൻ എങ്ങനെയാണ് ഇവരോടൊക്കെ രസിച്ചു വാഴുന്നത് എന്നറിയാൻ നാരദനൊരു കൗതുകം തോന്നി. അങ്ങനെ വന്നു നോക്കിയപ്പോൾ ഓരോ ഗൃഹത്തിൽ ചെല്ലുമ്പോഴും അവിടെയൊക്കെ ഭഗവാനുണ്ട്. അപ്പോഴാണ് നാരദർക്ക് മനസ്സിലായത് ഈ 16,008 ഭാര്യമാർക്കും 16,008 കൃഷ്ണന്മാരായി തന്നെയാണ് ഭഗവാൻ അവരെയൊക്കെ രസിപ്പിക്കുന്നത്, അവരുടെ കൂടെ ഭഗവാൻ നല്ലൊരു ഗൃഹസ്ഥനായി വാഴുന്നത് എന്ന് മനസ്സിലാക്കി. ഇങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ ഓരോ ഭാര്യമാരിലും 10 വീതം പുത്രന്മാരും ഭഗവാന് ഉണ്ടായി. ഇങ്ങനെയൊക്കെ വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതവും കൂടെ നയിച്ച് ഭഗവാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെയുള്ള അല്ലയോ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ദശകം അവസാനിപ്പിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം 10. കൽപദ്രം സത്യഭാമാ ഭവനഭുവി സൃജൻ ദൃഷ്ടസാഹസ്രയോഷാ സ്വീകൃത്യ പ്രത്യകാരം വിഹിത ബഹുബുല്ലാളയൻ കേളിഭേദൈ ആശ്ചര്യാനാരദാലോകിത വിവിധഗതി തത്ര തത്രാഭിഗേഹേ ഭൂയ സർവാസു കുർവൻ ദശദശതനയാൻ പാഹി മാതാലയേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും നാരായണീ ഉപാസകർക്കും വിനീത പ്രണാമം. ശ്രീ ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നു, ഭട്ടതിരിപ്പാടിനെ നമസ്കരിക്കുന്നു, വേദവ്യാസ മഹർഷിയെ സ്മരിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു, പൂർവികരെയും ഗുരുക്കന്മാരെയൊക്കെ നമസ്കരിക്കുന്നു. അതുപോലെ കുടുംബദേവത, പരദേവത, ഗ്രാമദേവത അവരെയൊക്കെ സ്മരിക്കുന്നു. നമ്മളിപ്പോൾ ദശകം 81 10ാമത്തെ ശ്ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രേഷ്ഠമായ ഭഗവത്ലീലകൾ നമ്മളെ വളരെയധികം അത്ഭുതപ്പെടുത്തും. കാരണം എത്ര യോഗേശ്വരനാണ് ഭഗവാൻ. യോഗമായെ ആശ്രയിച്ചുകൊണ്ടാണ് കൃഷ്ണാവതാരം മുഴുവൻ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ മനുഷ്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത തരത്തിലുള്ളതായ ആശ്ചര്യകരമായ ലീലകളാണ് കൃഷ്ണാവതാരത്തിൽ പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. അതിനെ യുക്തിയോടുകൂടി അറിയാൻ ബുദ്ധിമുട്ടാണ്. യുക്തിക്ക് അതീതമാണ് ഭഗവാന്റെ ലീലകൾ ഓരോന്നും. അതുകൊണ്ടാണ് പലർക്കും അതിനെക്കുറിച്ച് വിമർശിക്കാൻ തോന്നുന്നത് തന്നെ. ഇവിടെ ആ ദേവലോകത്ത് നിന്ന് കൊണ്ടുവന്ന പാരിജാത വൃക്ഷം, ആ ചെടി സത്യഭാമയുടെ ആ ഭവനോദ്യാനത്തിൽ ഭഗവാൻ തന്നെയാത്രേ അത് നട്ട് വളർത്തി. പൂക്കളൊക്കെ ആവാനുള്ള സന്ദർഭമൊക്കെ ഉണ്ടായി എന്ന് പറയുകയാണ്. കാരണം എപ്പോഴും ആ ഒരു ഗൃഹസ്ഥൻ എന്നുള്ള നിലയ്ക്കുള്ള ഭഗവാന്റെ ലീലകളും അതിപ്രസിദ്ധങ്ങളാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാം വേണം, നമുക്ക് എല്ലാം ചെയ്യുകയും വേണം. അതേസമയം ഒന്നിനോടും അമിതമായ മമതാബന്ധം ഇല്ലാതിരിക്കുകയും വേണം. ഇത് വളരെ വിശേഷപ്പെട്ടതായൊരു ജീവിത രീതിയാണ് വാസ്തവത്തിൽ. ആരെയും നമുക്ക് വെറുക്കാനും ദേഷ്യപ്പെടാനും നിർത്തിയില്ല, ആരെയും നമുക്ക് മാറ്റി നിർത്താനും പറ്റില്ല. അതേസമയം എല്ലാവരെയും ഉൾക്കൊള്ളുമ്പോഴും എല്ലാത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കാനുള്ള മനസ്സും കൂടി ഉണ്ടാവേണ്ടത് നല്ലതാണ്. ഏതായാലും പാരിജാത വൃക്ഷം നട്ടു വളർത്തി പൂക്കളൊക്കെ ആയി അവിടെ. അത് കഴിഞ്ഞ് നരകാസുരൻ്റെ തടവറയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതായ സ്ത്രീകളെയൊക്കെ ഭഗവാൻ വിവാഹം ചെയ്തു. പ്രത്യേക വിവാഹവേദികൾ എല്ലാം വ്യത്യസ്തമായിട്ട് തന്നെയാണ്. ഓരോ വിവാഹവേദിയിലും ഒരേ സമയത്ത് ഭഗവാൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ചുമതല ബലരാമൂർത്തിക്കാണ് താനും. അങ്ങനെ ഒരേ സമയത്ത് ഈ 16,000 സ്ത്രീകളെയും ഭഗവാൻ വിവാഹം ചെയ്തു. അപ്പം എല്ലാവരുടെ അടുത്തും ഉണ്ട് ഭഗവാൻ. എന്ന് വെച്ചാൽ ഓരോ ജീവാത്മാവിൻ്റെ അടുത്തും പരമാത്മാവ് ഉണ്ടെന്ന് കാണിക്കുന്ന ഒരവസ്ഥയാണത് ശരിക്കും. നമ്മൾക്കും അറിയേണ്ടതാണ്. അങ്ങനെ അവരൊക്കെ വിവാഹം ചെയ്തു. അങ്ങനെ അവർക്കൊക്കെ ഓരോരോ ഭവനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. പ്രത്യേകിച്ച് ഓരോരോ കൊട്ടാരങ്ങളോ അല്ലെങ്കിൽ ചെറിയ ഭവനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത്. അപ്പോൾ വലിയൊരു ശരിക്കും പറഞ്ഞാൽ
ഭഗവാൻസ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഭഗവാൻസ് വൈഫ്സ് കോളനി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, വലിയൊരു കോളനി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അങ്ങനെയൊക്കെ എല്ലായിടത്തും ഓരോരുത്തർക്കും താമസിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്ത ശേഷം അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് അതിരസികനായിരിക്കുന്ന നാരദ മഹർഷിക്ക് തോന്നുകയാണ് പണ്ടൊരിക്കൽ താൻ വിവാഹം ചെയ്തതാണ്, അത് വേണ്ടാന്ന് വെച്ചു. അതുപോലും സാധിക്കാതിരുന്ന തനിക്ക് ഇതൊന്ന് കാണണമല്ലോ, ഇത്രയധികം സ്ത്രീകൾ വിവാഹം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭഗവാൻ എന്ന് അറിയണമെന്നൊരു താല്പര്യമൊക്കെ തോന്നിയത് നാരദ മഹർഷിക്ക്. അദ്ദേഹം വരികയാണ് ഇതൊക്കെ ഒന്ന് കാണണം അറിയണം എന്ന് വിചാരിച്ച് വന്നു. അങ്ങനെ അതും അവിചാരിതമായിട്ടെന്ന് പറയാം, പക്ഷേ നാരദ മഹർഷി വരുന്നതൊക്കെ ഭഗവാൻ അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. അങ്ങനെ വന്ന് യാദൃച്ഛികമായി എന്ന പോലെ ഒരു ഗൃഹത്തിൽ ചെന്ന് കയറുമ്പോൾ അവിടെ ഭഗവാനുണ്ട്. ആ ഭവനത്തിലെ ഭാര്യയുടെ കൂടെ എന്തോ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വിചാരിച്ചാൽ മതി. അവിടെ ഇരുന്നു എന്താ വന്നേ നാരദാന്ന് ചോദിച്ചു. ഒന്നുമില്ല, കാണാൻ വന്നതാ, നന്നായി എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി, നിന്നില്ല അവിടെ. അടുത്ത ഭവനം ചെന്ന് കയറിയപ്പോൾ അവിടെയുണ്ട് ഭഗവാനും ഭാര്യയും. അത് മറ്റൊരു വൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഭഗവാൻ. അവിടെ നിന്നില്ല നാരദൻ. അവിടുന്ന് പതുക്കെ ഇറങ്ങി മറ്റൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ അവിടെയുണ്ട് ഭാര്യയും, അതുപോലെ ശ്രീകൃഷ്ണനും. അപ്പോൾ ചോദിച്ചു എന്നാ പറയുക, ഇപ്പം അവിടെ കണ്ടതാണോ, അവിടെ എന്താ ഞാൻ കണ്ടത്, അവിടെ നിന്ന് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞു അവിടെ കണ്ടത് അവിടെ, ഇവിടെ കണ്ടത് ഇവിടെ. സർവ്വവ്യാപിയാണ് ഭഗവാൻ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ മാത്രമല്ല, യോഗമായ വൈഭവം എന്താണെന്നും കൂടി അറിയണ്ടേ ഭഗവാന്റെ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അങ്ങനെ ഓരോരോ ഭവനങ്ങളിൽ കയറി ഇറങ്ങി ഓരോരോ തരത്തിലുള്ളതായ ഭഗവാന്റെ വൃത്തികളെ ഭഗവാൻ കാണാൻ സാധിച്ചു. അല്ലാത്ത അത്ഭുതം തോന്നി നാരദ മഹർഷിക്ക്. സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് ഭഗവാൻ. അങ്ങനെ ആ ഭഗവാന്റെ ആ യോഗമായ വൈഭവം കൊണ്ടുള്ളതായ ലീലകളൊക്കെ കണ്ടു, എല്ലാവരെയും സന്തോഷിപ്പിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പക്ഷഭേദവും ഇല്ലാതെ കണ്ട് എല്ലാ ഭാര്യമാരിലും 10 കുട്ടികളും ഉണ്ടായി എന്ന് പറയും, പുത്രന്മാരുണ്ടായി എന്ന് പറയുകയാണ് ഇവിടെ. ആശ്ചര്യ നാരദാലോകിത വിവിധഗതി തത്ര തത്രാഭിഗേഹി ഭൂയ സർവാസു കുറുവൻ ദശ തനയാൻ പാഹിവാദാലയേശ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, എത്ര കുട്ടികളുണ്ടായിരുന്നു പറയണത്. ദ്വാരകയിൽ 1 കോടിയോളം ആചാര്യന്മാരുണ്ടായിരുന്നു എന്നാണ് പറയണത്, ഇത്ര ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ. വളരെ വിശാലമായ ഒരു സെറ്റപ്പാണെന്നാണ് പറയുക ദ്വാരകയിൽ. ഞാൻ വിചാരിക്കാറുണ്ട് ഇന്ന് ഗുരുവായൂർ കാണുന്നേക്കാൾ തിരക്കുണ്ടായിരുന്നിരിക്കാം ഭഗവാന്റെ കാലത്ത് ദ്വാരകയിലെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. ഇത്ര ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടാവും എന്നൊക്കെയുള്ളത്. എത്രയോ ദൂരത്തിനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടാവും. അത്രയും പ്രസിദ്ധനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അക്കാലത്ത് പോലും എന്ന് വേണം വിചാരിക്കാനായിട്ട്. അങ്ങനെയുള്ളതായ ഭഗവത് ലീലകളുടെ അത്ഭുതമായ അവസ്ഥകളൊക്കെ വർണ്ണിച്ചു ഭട്ടതിരിപ്പാട്. എന്നിട്ട് പറഞ്ഞു, ഈ ഗുരുവായൂരപ്പ രക്ഷിക്കണം കേട്ടോ, എൻ്റെ കാര്യം കൂടി അവിടെ നിന്ന് ഓർക്കണം, എന്നെ രക്ഷിക്കുക. പാഹി വാതാലയേശ എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ. അല്ലാതെ രോഗത്തിനെ പറ്റിയൊന്നും പറയാൻ പോയില്ല. കാരണം വളരെ ലളിതമായൊരു പ്രാർത്ഥനയാണ്, രക്ഷിക്കണേ ഗുരുവായൂരപ്പ എന്നുള്ളത്. ഇത്രയും പറഞ്ഞാൽ മതി. വാസ്തവത്തിൽ നമ്മൾ അതിന് പകരം എന്തൊക്കെയോ നമ്മൾ ചോദിക്കും. അതൊക്കെ വാരി കൂട്ടി വെച്ച് നമുക്ക് ഭാരാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഈ ഇത്രയും വലിയൊരു ഗൃഹസ്ഥാശ്രമിയായിട്ട്, ഏറ്റവും വലിയ ഗൃഹസ്ഥാശ്രമിയായിട്ട് ഭഗവാനെ കാണാൻ നമുക്കിവിടെ. അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചതായി ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഞങ്ങളെയും രക്ഷിക്കണം, ഞങ്ങൾക്കൊണ്ട് കുടുംബവും കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം അവിടുന്ന് കാത്തുരക്ഷിക്കണം, അവിടുത്തെ സാന്നിധ്യം ഉണ്ടാവണം എല്ലായിടത്തും, എല്ലാ പ്രവൃത്തിയിലും അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവണം എന്നൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ്. ഏവർക്കും അത് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹരിശരണം.